ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മളിവിടെ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് തേർഡിസം ഫങ്ഷണൽ അനാലിസിസ് എന്നുള്ളൊരു സബ്ജക്റ്റാണ്. അതിൽ ഫസ്റ്റ് മൊഡ്യൂൾ. ഓക്കെ, നമുക്ക് ലീനിയർ സ്പേസ്, നമുക്ക് ജസ്റ്റ് നോട്ട്സാണ്. ലീനിയർ സ്പേസ് എന്താണെന്നൊക്കെ നമ്മൾ പതുക്കെ പറയും. നമ്മൾ ജസ്റ്റ് ഒരു നോട്ട്സാണ് പറയുന്നത് കേട്ടോ. An important example of a linear space which is not finite dimensional is the space C of AB of continuous real or complex valued functions on the interval AB. അതായത് കണ്ടിന്യൂസ് ആയിട്ടുള്ള റിയൽ വാല്യൂഡ് ഫങ്ഷൻസ് ആണ് ഓൺ ദി ഇൻ്റർവെൽ എ ബി എന്നുള്ളത് ഒരു ഇമ്പോർട്ടൻറ്റ് എക്സാമ്പിൾ ഓഫ് ലീനിയർ സ്പേസ് ആണ്. ഫൈനൈറ്റ് ഡയമെൻഷനൽ അല്ലാത്ത ലീനിയർ സ്പേസിൻ്റെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു എക്സാമ്പിളാണ്. ജസ്റ്റ് ഇതൊന്ന് നോട്ട് ചെയ്താൽ മതി. ഓക്കെ, അതേപോലെ തന്നെ R(n) എന്ന് പറയുന്നത് വെക്റ്റർ സ്പേസ് ഓവർ R ആണ്. അതുപോലെ തന്നെ പോളിനോമിയൽസ് ഓഫ് ഡിഗ്രി ലെസ് ദാൻ ഓർ ഈക്വൽ ടു n ഹാവിങ് കോഎഫിഷ്യൻസ് ഫ്രം R എന്ന് പറയുന്നത് വെക്റ്റർ സ്പേസ് ഓവർ R ആണ്. അപ്പം നമ്മൾ വെക്റ്റർ സ്പേസ് ഓവർ R എന്തൊക്കെയാണെന്നൊക്കെ നമ്മൾ ചോദിച്ചാലൊക്കെ നമുക്ക് എക്സാമ്പിളായിട്ട് എഴുതാൻ പറ്റുന്ന പോയിൻറ്റ്സ് ആണ് അത്. അതുപോലെ കണ്ടിന്യൂസ് ഫങ്ഷൻസ് ഡിഫൈൻഡ് ഓൺ എ ബി ഇസ് എ വെക്റ്റർ സ്പേസ് ഓവർ R ആണ്. അപ്പോൾ നമുക്ക് 5 മാർക്കിനൊക്കെ ചിലപ്പം ചോദിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതിന് നമുക്ക് അതൊക്കെ എഴുതാൻ പറ്റും കേട്ടോ. അതുപോലെ ഒരു മാപ്പ് E1 to E2 between two linear spaces E1 in E2 is called linear if and only if A of Cx1 plus x2 is equal to C of A of x1 plus A of x2 for all C belongs to F, x1, x2 belongs to E. അതുപോലെ the kernel of A consists of all elements x belongs to E1 such that Ax1 equal to 0. നമുക്കറിയാം കേർണൽ എങ്ങനെ നമുക്കറിയാമല്ലോ. അപ്പോൾ ഒരു E1 നിന്ന് ഒരു എലമെൻറ്റ് എക്സ് എടുത്താൽ Ax1 is equal to 0 ആണെന്നുണ്ടെങ്കിൽ ആ ഒരു എലമെൻറ്റ് കേർണൽ ഓഫ് എ നമുക്ക് പറയാൻ പറ്റും. അതുപോലെ ഇമേജ് ഓഫ് എ കൺസിസ്റ്റ് ഓഫ് ഓൾ എലമെൻറ്റ്സ് y belongs to E2 such that there exists some x belongs to E1 having y equal to Ax. ഓക്കെ, നമ്മൾ ആ ഒരു ഡെഫിനേഷൻ വെച്ച് നമുക്ക് എ ഫ്രം E1 to E2 ആണെന്നുണ്ടെങ്കിൽ ആ ഒരു മാപ്പിംഗ് വെച്ചിട്ട് വരുന്ന ഡെഫിനിഷൻസ് ആണ്. അത് ലീനിയർ ആണെന്നുണ്ടെങ്കിൽ A of Cx1 plus x2 എന്ന് പറയുന്നത് C of A of x1 plus A of x2 ആയിരിക്കും. അതുപോലെ കേർണൽ ഓഫ് എ വരുന്ന എലമെൻറ്റ്സ് Ax equal to 0 ആയിരിക്കും, വേർ x belongs to E1. അതുപോലെ ഇമേജ് ഓഫ് എ എന്ന് പറയുന്നത്, അതായത് E2ലുള്ള എലമെൻറ്റ്സ് എന്തിൻ്റെ ഫോമിലായിരിക്കും, y belongs to E2 is equal എങ്ങനെ ആയിരിക്കും, y equal to Ax എന്നുള്ള ഫോമിലായിരിക്കും. ഓക്കെ, അടുത്ത നമ്മൾ കേർണൽ ഓഫ് എ ഇസ് എ സബ്സ്പേസ് ഓഫ് E1 ആൻഡ് ഇമേജ് ഓഫ് എ ഇസ് എ സബ്സ്പേസ് ഓഫ് E2 ആയിരിക്കും. കേർണൽ എന്ന് പറയുന്നത് നമുക്കറിയാം എന്താണ്, സബ്സ്പേസ് ഓഫ് E1 ആയിരിക്കും. ഇമേജ് ഓഫ് എ എന്ന് പറയുന്നത് സബ്സ്പേസ് ഓഫ് E2 ആയിരിക്കും. എ ലീനിയർ മാപ്പ് എ ഫ്രം E1 to E2 ഈസ് കോൾഡ് ആൻ ഐസോമോർഫിസം ഇഫ് കേർണൽ ഓഫ് എ ഈക്വൽ ടു സെറ്റ് 0 ആൻഡ് ഇമേജ് ഓഫ് എ ഈക്വൽ ടു E2. ഇങ്ങനെ വന്നാൽ നമുക്ക് എന്ത് പറയാൻ പറ്റും, അതൊരു ഐസോമോർഫിസം ആണെന്ന് പറയാൻ പറ്റും. അതുപോലെ ഇഫ് എ ഈസ് 1 ആൻഡ് നോൺ ടു ലീനിയർ മാപ്പ് ദെൻ ഇറ്റ് മസ്റ്റ് ബി ഇൻവേർട്ടിബിൾ. അതായത് എ ഓഫ് എ ഇൻവേഴ്സ് ഓഫ് എക്സ് എന്ന് പറയുന്നത് എക്സ് ആയിരിക്കണം ഫോർ ഓൾ എക്സ് ബിലോങ്സ് ടു E2. അതുപോലെ എ ഇൻവേഴ്സ് ഓഫ് എ ഓഫ് എക്സ് എന്ന് എക്സ് ആയിരിക്കണം ഫോർ ഓൾ എക്സ് ബിലോങ്സ് ടു E1. അടുത്ത എന്താ വെച്ചാൽ ഒരു എക്സാമ്പിളാണ്, ജസ്റ്റ് പറയാം കേട്ടോ. എ സ്റ്റാർ എന്ന് പറയുന്നത് സെറ്റ് ഓഫ് ഓൾ സീക്വൻസസ് വിത്ത് ഫൈനൈറ്റ് സപ്പോർട്ട്, ദാറ്റ് ഈസ് ദ സീക്വൻസസ് വിത്ത് ഓൾ ബട്ട് ഫൈനൈറ്റ് 0 എലമെൻറ്റ്സ്. അതായത് എ സ്റ്റാർ എന്ന് പറയുന്നത് എന്താണ്, സെറ്റ് ഓഫ് ഓൾ സീക്വൻസസ് ആണ് വിത്ത് ഫൈനൈറ്റ് സപ്പോർട്ട്. ഫൈനൈറ്റ് സപ്പോർട്ട് എന്ന് പറഞ്ഞാൽ അതിൽ ഫൈനൈറ്റ് നമ്പർ ഓഫ് നോൺ സീറോ എലമെൻറ്റ്സ് ഉണ്ടാവുള്ളൂ. ഓക്കെ, ഫൈനൈറ്റ് നമ്പർ ഓഫ് നോൺ സീറോ എലമെൻറ്റ്സ്, ബാക്കി എല്ലാം സീറോസ് വരുന്ന ആ ഒരു സീക്വൻസിൻ്റെ സെറ്റിനെയാണ് നമ്മൾ എ സ്റ്റാർ എന്ന് പറയുന്നത്. അതുപോലെ എക്സ് എന്നുള്ളത് ഒരു സീക്വൻസ് ആണ്, ഇറ്റ്സ് എ ബൈജക്ഷൻ ഫ്രം എൻ ടു എ, ദെൻ എ ഈസ് എ സീക്വൻസ്. അതായത് ഒരു സീക്വൻസിൻ്റെ അതായത് എന്താണ് സീക്വൻസ് എന്ന് പറയുന്നത് ഒരു എയിൽ നിന്നും എന്നിൽ നാച്ചുറൽ നമ്പറിൽ നിന്നും ഒരു എയിലോട്ടുള്ള ഒരു മാപ്പിനെയാണ്, ഒരു ബൈജക്ഷനാണ് നമ്മൾ സീക്വൻസ് എന്ന് പറയുന്നത്. ഫൈനൈറ്റ് സപ്പോർട്ട് എന്ന് പറഞ്ഞാൽ നമുക്ക് കാണിച്ചു തന്നിട്ടുണ്ട് എന്ത്, ഫൈനൈറ്റ് നമ്പർ ഓഫ് എലമെൻറ്റ്സ് ആർ നോൺ സീറോസ് ആണ്, ബാക്കിയെല്ലാം സീറോസ് വരുന്നത്. ഓക്കെ, സെറ്റ് സി നോട്ട് ഓഫ് സീക്വൻസസ് ടെൻഡിങ് ടു 0 ഓർ കൺവേർജിങ് ടു 0. അതായത് ഒരു സി നോട്ട് എന്ന് പറയുന്നത് 0ലോട്ട് ടെൻഡ് ചെയ്യുന്ന അല്ലെങ്കിൽ കൺവേർജ് ചെയ്യുന്ന സീക്വൻസ് ആണ് സി നോട്ട് എന്ന് പറയുന്നത്. അതുപോലെ ദ സെറ്റ് സി ഓഫ് ഓൾ കൺവേർജൻറ്റ് സീക്വൻസ്, സി എന്ന് പറയുന്നത് എല്ലാ കൺവേർജൻറ്റ് സീക്വൻസിന് എക്സാമ്പിളാണ്. അതുപോലെ എൽ ഇൻഫിനിറ്റി,
എൽ ഇൻഫിനിറ്റി എന്ന് പറയുന്നത് എല്ലാ ബൗണ്ടഡ് സീക്വൻസും, സെറ്റ് ഓഫ് ഓൾ ബൗണ്ടഡ് സീക്വൻസിൻ്റെയാണ് എൽ ഇൻഫിനിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ജസ്റ്റ് സീക്വൻസ് എന്തൊക്കെ പലതരം സീക്വൻസുകളുണ്ട് അതിൻ്റെയൊക്കെ കുറച്ച് എക്സാമ്പിൾസ് ആണ് പറഞ്ഞിട്ടുള്ളത്. അടുത്ത നമ്മൾ മെയിനായിട്ട് നമ്മൾ പഠിക്കാൻ പോകുന്നത് വെക്റ്റർ സ്പേസ്. വെക്റ്റർ സ്പേസ് എന്താണെന്ന് നമുക്കറിയാലോ. എഫ് എന്ന് പറയുന്നത് ഒരു ഫീൽഡാണ്. വി എന്ന് പറയുന്നത് ഒരു നോൺ എംപ്റ്റി സെറ്റ് ഓൺ വിച്ച് ടു ഓപ്പറേഷൻ വെക്റ്റർ അഡീഷൻ ആൻഡ് സ്കേലാർ മൾട്ടിപ്ലിക്കേഷൻ ആർ ഡിഫൈൻഡ്. വി സേ വി ഈസ് എ വെക്റ്റർ സ്പേസ് ഓവർ ഫീൽഡ് എഫ് ഇഫ്. എപ്പോഴാണ് അപ്പോൾ നമ്മളൊരു ഫീൽഡ് എഫ് ഓഫ് സ്കേലാർസ് ഉണ്ട്, അതുപോലെ വി എന്ന് പറയുന്നത് കോൾഡ് വെക്റ്റേഴ്സ്, അതുപോലെ ഒരു വെക്റ്റർ അഡീഷൻ ഡിനോട്ടഡ് ബൈ പ്ലസ്. ആൻഡ് എങ്ങനെയാണ് വെക്റ്റർ അഡീഷൻ വരുന്നത്? v1 പ്ലസ് v2 എന്ന് പറയുന്നതും, അതായത് v1 v2 വിയിലുണ്ടെങ്കിൽ v1 പ്ലസ് v2 എന്തിലുണ്ടാകണം? വിയിലുണ്ടാകണം. അതുപോലെ അഡീഷൻ കമ്മ്യൂട്ടേറ്റീവ് ആകണം, അതായത് v1 പ്ലസ് v2 എന്ന് പറയുന്നത് v2 പ്ലസ് v1 ആകണം. അഡീഷൻ അസോസിയേറ്റീവ് ആകണം, അതായത് v1 പ്ലസ് v2 പ്ലസ് v3 എന്ന് പറയുന്നത് v1 പ്ലസ് v2 പ്ലസ് v3 ആവണം. അതുപോലെ ഒരു യുണീക്ക് വെക്റ്റർ 0 ഉണ്ടാകണം. എങ്ങനെ? v1 plus 0 is equal to 0 plus v1 which is equal to v1 for all vi belongs to v അല്ലേ. അതുപോലെ തന്നെ ഒരു യൂണീക്ക് വെക്റ്റർ -v ഉണ്ടാകണം. ഓക്കെ, അപ്പോൾ ഇങ്ങനെയൊക്കെ എന്ത് ചെയ്യണം? ഈ അഡീഷനും അതായത് അഡീഷൻ ക്ലോസ്ഡ് ആകണം, അതായത് ഒരു v1 v2 v എന്ന് എടുത്താൽ v1 പ്ലസ് v2 ഉണ്ടാകണം. അതുപോലെ അത് അഡീഷൻ കമ്മ്യൂട്ടേറ്റീവ് ആകണം, അസോസിയേറ്റീവ് ആകണം. അതുപോലെ ഇതൊരു യൂണീക്ക് വെക്റ്റർ 0 ഉണ്ടാകണം, അതുപോലെ ഒരു നെഗറ്റീവ് വെക്റ്റർ ഉണ്ടാകണം. ഓക്കെ, അങ്ങനെ ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് പറയാൻ പറ്റും? അത് ക്ലോസ്ഡ് ആൻഡ് വെക്റ്റർ അഡീഷൻ എന്ന് പറയാൻ പറ്റും. ഇനി നമ്മൾ ഒരു സ്കേലാർ മൾട്ടിപ്ലിക്കേഷൻ റൂൾ ഉണ്ട്. അതെന്ന് പറയുന്നത് ഓരോ സ്കേലാർ സി ഇൻ എഫിലും ഈച്ച് വെക്റ്റർ വി ഇൻ വി ഉണ്ടാകണം. എങ്ങനെ ഉണ്ടാകണം? 1 ഇൻറ്റു വി ഈക്വൽ ടു വി. ഓക്കെ, മൾട്ടിപ്ലിക്കേറ്റീവ് ഐഡൻറ്റിറ്റിയാണ് 1 എന്ന് പറയുന്ന ഒരു മൾട്ടിപ്ലിക്കേറ്റീവ് ഐഡൻറ്റിറ്റി ഉണ്ടാവണം. 1 ഇൻറ്റു വി ഈക്വൽ ടു വി. അതുപോലെ c1 c2 v എന്ന് പറയുന്നത് c1 c2 v ആയിരിക്കണം. c ഇൻറ്റു v1 പ്ലസ് v2 എന്ന് പറയുന്നത് c ഇൻറ്റു v1 പ്ലസ് c ഇൻറ്റു v2 ആയിരിക്കണം. അതുപോലെ c1 പ്ലസ് c2 ഇൻറ്റു v എന്ന് പറയുന്നത് c1 v പ്ലസ് c2 v ആയിരിക്കണം. അടുത്തത് ഒരു ഡെഫിനേഷൻ ആണ്. ഒരു സബ്സെറ്റ് E1 ഓഫ് ദ ലീനിയർ സ്പേസ് E ഈസ് കോൾഡ് എ സബ്സ്പേസ് ഓഫ് E ഇഫ് ഇറ്റ് ഈസ് ക്ലോസ്ഡ് റിലേറ്റീവ് ടു ദ ലീനിയർ ഓപ്പറേഷൻസ് ഇൻ ഇ. അതായത് ഒരു ലീനിയർ സ്പേസ് ഇൻ്റെ സബ്സെറ്റ് നമ്മളൊരു E1 എടുത്തു. ഈ ഒരു E1 എന്ന് പറയുന്നത് അതിൻ്റെ സബ്സ്പേസ് ആണെന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ അത് ക്ലോസ്ഡ് റിലേറ്റീവ് ടു ദി ലീനിയർ ഓപ്പറേഷൻസ് ഇൻ ഇ. ഇയിലുള്ള എല്ലാ ലീനിയർ ഓപ്പറേഷൻസും അത് ക്ലോസ് റിലേറ്റീവ് ആയിരിക്കണം. അതെന്ത് ചെയ്യണം? അതെല്ലാ പ്രോപ്പർട്ടീസും, അതായത് ലീനിയർ സ്പേസ് ഇൻ്റെ എല്ലാ പ്രോപ്പർട്ടീസും അതുപോലെ തന്നെ E1 എന്ത് ചെയ്യണം? സാറ്റിസ്ഫൈ ചെയ്യണം. അത് ഡിനോട്ട് ചെയ്യുന്നത് എങ്ങനെയാണ്? E1 ക്ലോസ്ഡ് സ്പേസ് ഇ. അങ്ങനെ ഒരു ആരോ മാർക്കാണ് നമ്മൾ അതിന് ഡിനോട്ട് ചെയ്യുന്നത്. ഒരു എക്സാമ്പിളാണ് എസ് സ്റ്റാർ എന്ന് പറയുന്നത് സബ്സ്പേസ് ഓഫ് സി നോട്ട് ആണ്, ഇസ് എ സബ്സ്പേസ് ഓഫ് സി ആണ്, ആൻഡ് എക്സെട്ര. കണ്ടോ? എസ് സ്റ്റാർ ഇസ് സബ്സെറ്റ് ഓഫ് സി നോട്ട്, സബ്സെറ്റ് ഓഫ് സി, സബ്സെറ്റ് ഓഫ് എൽ ഇൻഫിനിറ്റി, സബ്സെറ്റ് ഓഫ് എസ്. നമ്മൾ എസ് സ്റ്റാർ എന്താണെന്നും സി നോട്ട് എന്താണെന്നും സി എന്താ നമുക്ക് നേരത്തെ പറഞ്ഞിട്ടുണ്ടല്ലോ, ജസ്റ്റ് വായിക്കട്ടോ. ഇനി നമ്മളൊരു സെറ്റ് ഓഫ് വെക്ടേഴ്സ്, നമുക്കിത് അറിയാവുന്നൊരു കാര്യമാണ്. ഒരു സെറ്റ് ഓഫ് വെക്ടേഴ്സ് x1 എക്സെട്ര xn എന്നുള്ളത് ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആണെന്ന് പറയാന്നുണ്ടെങ്കിൽ എന്തായിരിക്കണം? a1 x1 പ്ലസ് a2 x2 പ്ലസ് എക്സെട്ര an xn എന്തായിരിക്കണം? 0 ആണെങ്കിൽ അതിൽ കോഎഫിഷ്യൻസ് ആയിട്ടുള്ള a1ഉം a2ഉം എല്ലാം എന്തായിരിക്കണം? 0 ആയിരിക്കണം. അതർവൈസ് ആ വെക്ടേഴ്സ് നമുക്ക് എന്ത് പറയാൻ പറ്റും? ലീനിയർലി ഡിപെൻഡൻ്റ് ആണെന്ന് പറയാൻ പറ്റും. ഓക്കെ, ഇനി infinitely many vectors x1 etc xn are linearly independent if for each k the vector s1 etc sk are linearly independent. അതായത് ഒരു ഇൻഫിനിറ്റ്ലി മെനി വെക്ടേഴ്സ് ലീനിയർലി ഇൻഡിപെൻഡൻറ്റ് ആണ് എന്നുണ്ടെങ്കിൽ അതിനകത്തുള്ള ഏതൊരു എലമെൻറ്റ്സ്, ഒരു എക്സ് കെ വരെയുള്ള കുറച്ച് എലമെൻറ്റ്സ് എടുത്താലും അതെന്തായിരിക്കും? ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആയിരിക്കും. ഇതൊക്കെ ജസ്റ്റ് ഒന്ന് വായിച്ചാൽ മതി കേട്ടോ, ഒന്ന് ജസ്റ്റ് മനസ്സിലാക്കിയാൽ മതി. ഓക്കെ, അത്രയുള്ളൂ, ഒന്നും വലിയ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമല്ല. ഓക്കെ, അടുത്തത് കോഷ്യൻ്റ് സ്പേസ്. എന്താണ് കോഷ്യൻ്റ് സ്പേസ്? ഓക്കെ, അപ്പോൾ അതിന് മുമ്പ് നമുക്ക് ജസ്റ്റ് കുറച്ച് കാര്യങ്ങൾ പറയാണ്ട്. ഇ എന്ന് പറയുന്നത് ഒരു ലീനിയർ സ്പേസ് ആണ്, ആൻഡ് E1 എന്ന് പറയുന്നത് സബ്സ്പേസ് ഓഫ് ഇ ആണ്. കൺസിഡർ ദ കളക്ഷൻ ഓഫ് സബ്സെറ്റ്സ്. ഇത് നമ്മൾ എന്താ പറയുക? ക്ലാസ് എക്സ് എന്നല്ല പറയുക, ക്ലാസ് എക്സ്. എങ്ങനെ ക്ലാസ് എക്സ് വരിക? എക്സ് പ്ലസ് E1 വെർ എക്സ് ബിലോങ്സ് ടു ഇ. E1 എന്ന് പറയുന്നത് ഇൻ്റെ സബ്സ്പേസ് ആണ്. അപ്പോൾ ക്ലാസ് എക്സ് എന്ന് പറയുന്നത്, എക്സ് എന്ന് പറയുന്നത് ഈത്ത് എലമെൻ്റ് ആണ്, അതായത് നമ്മുടെ മെയിൻ ലീനിയർ സ്പേസിൻ്റെ എലമെൻ്റ് ആണ് എക്സ് എന്ന് പറയുന്നത്.
അപ്പോൾ നമ്മളെ ക്ലാസ് എങ്ങനെ ഡിഫൈൻ ചെയ്യുക, അതായത് കോസെറ്റ് നമ്മൾ എങ്ങനെ ഡിഫൈൻ ചെയ്യുന്നത്, എസ് പ്ലസ് E1 ഈതര എലമെൻറ്റ് എക്സും E1 എന്നുള്ള ഒരു സബ്സ്പേസ്. ഓക്കെ, ദിസ് സെറ്റ് ആർ കോൾഡ് കോസെറ്റ്സ് ഓഫ് E. ഓക്കെ, ഹിയർ എനി ടു കോസെറ്റ്സ് ഓഫ് E ആർ ഐദർ സെയിം ഓർ ഡിസ്ജോയിൻറ്റ്. ഏതൊരു കോസെറ്റ്സ് ഓഫ് E എന്ന് പറയുന്നത് ഒന്നെങ്കിൽ സെയിം ആയിരിക്കും അല്ലെങ്കിൽ എന്തായിരിക്കും, അത് ഡിസ്ജോയിൻ്റ് ആയിരിക്കും. ഓക്കെ, ഒരു എക്സാമ്പിളാണ്. ഇപ്പോൾ രണ്ട് കോസെറ്റ്സ് നമ്മൾ എക്സ് വൈ എന്നെടുത്തു. ഐദർ കോയിൻസൈഡ് ഓർ ദെയർ ഡിസ്ജോയിൻറ്റ് സെറ്റ്. ഒന്നെങ്കിൽ അവർ കോയിൻസൈഡ് ചെയ്യും, അല്ലെങ്കിൽ ഒന്നെങ്കിൽ ഇപ്പോൾ നമ്മൾ പറയാണ് അത് ഡിസ്ജോയിൻറ്റ് സെറ്റ്, അതായത് ഒന്നെങ്കിൽ അത് സെയിം ആയിരിക്കണം അല്ലെങ്കിൽ അത് ഡിസ്ജോയിൻ്റ് ആയിരിക്കണം. അപ്പോൾ നമ്മൾ ജസ്റ്റ് കൺസിഡർ ചെയ്യുകയാണ് രണ്ടിലും ഉൾപ്പെടുന്ന ഒരു എലമെൻ്റ് ഉണ്ട്. നമുക്കിനി എന്താണ് കാണിക്കേണ്ടത്, അത് രണ്ടും ഈക്വൽ ആണെന്ന് കാണിക്കണം. അത് രണ്ടിലും സെയിം ആയിട്ടൊരു എലമെൻ്റ് ഉണ്ടെങ്കിൽ അത് രണ്ടും ഈക്വൽ ആയിരിക്കണം, അല്ലെങ്കിൽ അത് ഡിസ്ജോയിൻ്റ് ആയിരിക്കണം എന്നാണ്. അപ്പോൾ നമ്മളൊരു സെഡ് എടുത്തു, എങ്ങനെ ക്ലാസ് എക്സിലും അതുപോലെ ക്ലാസ് വൈയിലും ഉൾപ്പെടുന്ന ഒരു സെറ്റ് എടുത്തു. നമുക്കറിയാം എങ്ങനെയാണ് ക്ലാസ് എക്സിലത്തെ എലമെൻറ്റ്സ് വരുന്നത്, എസ് പ്ലസ് E1 ആണല്ലോ. എക്സ് ബിലോങ്സ് ടു E, വേർ E1 എന്ന് പറയുന്നത് എന്താണ്, നമ്മൾ അതിൻ്റെ സബ്സ്പേസ് ആണ്. അപ്പോൾ നമ്മൾ ഈ സെഡ് എന്ന് പറയുന്നത് ക്ലാസ് എക്സിലുണ്ട്. അങ്ങനെ സെഡ് എങ്ങനെ എഴുതാൻ പറ്റും, സെഡ് ഈക്വൽ ടു എസ് പ്ലസ് P1. അതിൽ P1 എന്ന് പറയുന്നത് E1ത്തെ എലമെൻ്റ് ആണ്. ഓക്കെ, അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് P1 നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും, സെഡ് മൈനസ് എക്സ് എന്ന് എഴുതാമല്ലോ. അതുപോലെ സെഡ് ഈക്വൽ ടു വൈ പ്ലസ് P2 എന്ന് എഴുതാം. സെഡ് ബിലോങ്സ് ടു ക്ലാസ് വൈ ആണല്ലോ. അപ്പോൾ നമുക്കൊരു P2 ബിലോങ്സ് ടു E1 ഉണ്ടല്ലോ. ആ P2 നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും, സെഡ് മൈനസ് വൈ എന്ന് എഴുതാമല്ലോ. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് P1 മൈനസ് P2 എന്ത് കിട്ടും, വൈ മൈനസ് എക്സ് എന്ന് കിട്ടും. P1ഉം P2ഉം E1ലാണെങ്കിൽ അതിൻ്റെ മൈനസും എവിടെ ഉണ്ടാകും, E1 ഉണ്ടാകും, വൈ മൈനസ് എക്സ്, കാരണം അത് ലീനിയർ സ്പേസ് ആണ് അല്ലേ. ടു ഷോ ക്ലാസ് എക്സ് ഈക്വൽ ടു ക്ലാസ് വൈ നമുക്ക് കാണിക്കണം. നമ്മൾ അതിന് എന്തെടുത്തു, ഫസ്റ്റ് ഒരു എ എന്ന് പറയുന്ന ഒരു എലമെൻറ്റ് ക്ലാസ് എക്സിലുണ്ടെന്ന് എടുത്തു. ഓക്കെ, എ ഈക്വൽ ടു എസ് പ്ലസ് P3 ആയിരിക്കും അല്ലേ. അതിൽ P3 ബിലോങ്സ് ടു E1. അങ്ങനെങ്കിൽ P3 എന്താണ്, എ മൈനസ് എക്സ് ആണല്ലോ, വിച്ച് ഈസ് ബിലോങ്സ് ടു E1. അപ്പോൾ നമ്മൾ നേരത്തെ നമുക്ക് എന്ത് കിട്ടി, ഒരു വൈ മൈനസ് എക്സ് ബിലോങ്സ് ടു E1 ആണെന്ന് കിട്ടി. അതുപോലെ തന്നെ ഒരു എ മൈനസ് എക്സ് ബിലോങ്സ് ടു E1 ആണെന്ന് കിട്ടി. നമുക്കറിയാം അതിൻ്റെ മൈനസും എന്തിലുണ്ടാകും, E1 ഉണ്ടാവുമല്ലോ, ലീനിയർ സ്പേസ് ആണ് E1 അല്ലേ. അപ്പോൾ വൈ മൈനസ് എക്സ് മൈനസ് എ മൈനസ് എക്സ് എടുത്തു, അതെന്ത് ഓക്കെ. അപ്പോൾ അത് നമുക്ക് എന്ത് കിട്ടി, വൈ മൈനസ് എ എന്ന് കിട്ടി. വൈ മൈനസ് എ ബിലോങ്സ് ടു E1 എന്ന് കിട്ടി. അപ്പോൾ നമുക്കത് എങ്ങനെ എഴുതാൻ പറ്റും, വൈ മൈനസ് എ ഈക്വൽ ടു സം P4. E1ത്തെ എലമെൻറ്റ് വരുമ്പോൾ നമുക്ക് ജസ്റ്റ് ഒരു P4 ആണ് അത് നമുക്ക് എടുക്കാമല്ലോ. അപ്പോൾ വൈ മൈനസ് എ ഈക്വൽ ടു P4 എന്ന് കിട്ടും. നമുക്ക് ഈ വൈ ഈക്വൽ ടു എ പ്ലസ് P4 എന്ന് എഴുതാമല്ലോ. എഴുതാം. അതിന് നമുക്ക് എന്ത് എഴുതാൻ പറ്റും, എ ഈക്വൽ ടു വൈ പ്ലസ് മൈനസ് P4 എന്ന് എഴുതാം അല്ലേ. ലീനിയർ സ്പേസ് ആകുമ്പോൾ P4 ഉണ്ടെങ്കിൽ മൈനസ് P4 ഒക്കെ എന്തിലുണ്ടാകും, E1 ഉണ്ടാകും. അപ്പോൾ എ നമുക്ക് ഇങ്ങനെ എഴുതാൻ പറ്റും, വൈ പ്ലസ് മൈനസ് P4 എന്ന് എഴുതാൻ പറ്റും. അപ്പോൾ അതിൽ നമുക്ക് എന്ത് കിട്ടി, അതായത് വൈ എന്ന് പറയുന്നത് വൈ ബിലോങ്സ് ടു E ആണ്, മൈനസ് P4 ബിലോങ്സ് ടു E1 ആണ്. അപ്പോൾ നമുക്ക് ഈ ഒരു എനെ നമുക്ക് എസ് പ്ലസ് വൈ എന്നുള്ള ഫോമിൽ നമുക്ക് എഴുതാൻ പറ്റും അല്ലേ. അല്ല സോറി, വൈ പ്ലസ് E1 എന്നുള്ള ഫോമിൽ നമുക്ക് എഴുതാൻ പറ്റും. ദാറ്റ് മീൻസ് എന്താണ്, എ എന്ന് പറയുന്നത് ബിലോങ്സ് ടു ക്ലാസ് വൈയിലുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് പറയാൻ പറ്റും, ക്ലാസ് എക്സ് ഈസ് കണ്ടെയ്ൻഡ് ഇൻ വൈ അല്ലേ. നമ്മൾ എ ബിലോങ്സ് ടു എക്സ് എന്ന് എടുത്തു, എന്നിട്ട് നമ്മൾ എ ബിലോങ്സ് ടു വൈ എന്ന് കാണിച്ചു. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി, ക്ലാസ് എക്സ് എന്ന് പറയുന്നത് ക്ലാസ് വൈയിലുണ്ട്. സിമിലർലി നമുക്ക് ക്ലാസ് വൈ എന്ന് പറയുന്ന ക്ലാസ് എക്സിലുണ്ടെന്ന് കാണിക്കാം. അപ്പോൾ നമുക്ക് ക്ലാസ് എക്സ് ഈക്വൽ ടു ക്ലാസ് വൈ എന്ന് കിട്ടും. ഓക്കെ, ഇനിയാണ് നമ്മൾ എന്താണ് കോഷ്യൻ്റ് എന്ന് പറയാൻ പോകുന്നത്. ഓക്കെ, ഡിഫൈൻ വെക്റ്റർ അഡീഷൻ ആൻഡ് സ്കേലർ മൾട്ടിപ്ലിക്കേഷൻ ഇൻ E bar E1 as class x plus class y equal to class x plus y and C into x is equal to Cx. Then E by E1 is a vector space and it is called a quotient space. നമ്മളിവിടെ ക്ലാസ് എക്സ് എന്താണെന്നും ക്ലാസ് വൈ എന്താണെന്നും നമ്മൾ അത് ഡിഫൈൻ ചെയ്തു. എന്നിട്ട് നമ്മൾ എന്താണ് കോഷ്യന്റ് സ്പേസ് എന്നാണ് കാണിച്ചത്. ഈ ഒരു കോഷ്യന്റ് സ്പേസ് എന്ന് പറഞ്ഞാൽ ഈ ഒരു കോസെറ്റുകളിൽ ഈ ഒരു കോസെറ്റിൽ നമ്മളൊരു വെക്റ്റർ അഡീഷനും സ്കെയിലർ മൾട്ടിപ്ലിക്കേഷനും ഡിഫൈൻ ചെയ്താൽ അതെന്താണ്, കോഷ്യന്റ് സ്പേസ് ആണെന്ന് കിട്ടും. അതുപോലെ ഡയമെൻഷൻ ഓഫ് E bar E1 എന്ന് പറയുന്നത് കോ ഡയമെൻഷൻ ഓഫ് E1 ആണ് വിത്ത് റെസ്പെക്ട് ടു E. ഇറ്റ് ഈസ് ഡിനോട്ടഡ് ബൈ കോ ഡയമെൻഷൻ ഓഫ് E വിത്ത് റെസ്പെക്ട് ടു E1 ഈക്വൽ ടു ഡയമെൻഷൻ ഓഫ് E bar E1 ഇറ്റ് ഈസ് ഈക്വൽ ടു കോ ഡയമെൻഷൻ ഓഫ് E1. ഓക്കെ, അപ്പോൾ ജസ്റ്റ് നോക്കാം. 0 class 0 is the zero vector in the quotient space E bar E1. Okay, thank you.